ഹായ് ഓൾ. അപ്പോൾ നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൻ്റെ എന്താണ് കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ഇവിടെ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ്, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ടിലുള്ള കുറച്ച് ഒരു 10-15 പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് വീണ്ടും എന്താക്കണം, 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എടാ ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കണേ. നമ്മുടെ കയ്യിൽ തന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, എൻ ആൽഫ പാർട്ടിക്കിൾ ആൻഡ് എ പ്രോട്ടോൺ അല്ലേ, എൻ ആൽഫ പാർട്ടിക്കിൾ ആൻഡ് എ പ്രോട്ടോൺ, an alpha particle and a proton are moving in a region normal to uniform magnetic field B. If two particles have equal linear momentum, if two particles have equal linear momentum, രണ്ടാക്കും മൊമെന്റ് എന്താണ്, സെയിം ആണ്. അങ്ങനെയാണ് ശ്രദ്ധിക്കണേടാ. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് വിൽ ബി ദ റേഷ്യോ റേഡിയസ് ഓഫ് ദർ ട്രജക്ടറീസ് ഇൻ ദി ഫീൽഡ്? വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് ദർ ട്രജക്ടറി ഇൻ ദ ഫീൽഡ്? എടാ നമ്മളോട് പറയുന്നുണ്ട് ആൽഫ ആയിക്കോട്ടെ പ്രോട്ടോൺ ആയിക്കോട്ടെ അല്ലേ. ആൽഫ എന്ന് വെച്ചാൽ നമുക്കറിയാം ഓൾറെഡി എന്താടാ, ഹീലിയം ന്യൂക്ലിയസ് ആണ്, ഹീലിയം 2+ എന്ന് വേണേൽ നമുക്ക് എഴുതാം അല്ലേ. ഈ ഹീലിയത്തിൻ്റെ ഉള്ളിൽ നമുക്കറിയാം, ഈ ഹീലിയം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടടാ, 2 പ്രോട്ടോൺ ഉണ്ട്, 2 ന്യൂട്രോൺ ഉണ്ട്. ഈ ആൽഫ പാർട്ടിക്കിൾ ആയിക്കോട്ടെ പ്രോട്ടോൺ ആയിക്കോട്ടെ, രണ്ടാളും മാഗ്നറ്റിക് ഫീൽഡിൽ എന്തായിട്ടാണ് പോകുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത് എന്ന് അറിയുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് പോലെ ഏത് പാത്തിലാണ് പോവുക, സർക്കുലർ പാത്തിലാണ് പോവുക നമുക്കറിയാം. ആ സർക്കുലർ പാത്തിന്റെ റേഡിയസിന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി ബൈ ഹാർട്ട് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. R is equal to എന്താ, mv ഡിവൈഡ് ബൈ എന്താ, QB ആണ്. R is equal to mv ഡിവൈഡഡ് ബൈ QB ആണ് അല്ലേ. നമ്മളോട് ചോദിക്കുന്നത് എന്താണ്, റേഡിയസിന്റെ റേഷ്യോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. MV എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്കറിയാം അല്ലേ, നമ്മൾ 9th പഠിച്ചു തുടങ്ങിയാണ്. MV എന്ന് വെച്ചാൽ എന്താണ്, മൊമെന്റം P ആണ്. അങ്ങനെ MVക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് P ഡിവൈഡ് ബൈ എന്താണ്, QB ആണ്. എടാ നമ്മളൊരു ക്വസ്റ്റ്യനിൽ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താക്കും, സെയിം ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ എന്താക്കും, ആദ്യം തന്നെ വെട്ടിയും ഒഴിവാക്കും അല്ലേ. ഇതിൽ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ മെത്തേഡ്, അപ്പോൾ ഇവിടെ മൊമെന്റം സെയിം ആണ്, മൊമെന്റ് ഞാൻ വെട്ടി ഒഴിവാക്കി. സെയിം മാഗ്നറ്റിക് ഫീൽഡാന്ന് അറിയാം, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ വെട്ടിയും ഒഴിവാക്കി. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന R is equal to എന്താടാ, 1/q ആണ്. R is equal to 1/q എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ റേഡിയസ് ഓഫ് പ്രോട്ടോൺ എടുത്ത്, റേഡിയസ് ഓഫ് പ്രോട്ടോൺ എന്ന് വെച്ചാൽ അവിടെ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. ഒരു പ്രോട്ടോണിന്റെ ചാർജ് ശ്രദ്ധിക്കണേ, ഒരു പ്രോട്ടോണിന്റെ ചാർജ് ഞാൻ Q എന്ന് എടുക്കുകയാണെങ്കിൽ അല്ലേ, 2 പ്രോട്ടോണിന്റെ ചാർജ് ഞാൻ എന്തെടുക്കണം, 2Q എന്ന് എടുക്കണം അല്ലേ. ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പോൾ ഒരു പ്രോട്ടോണിന്റെ ചാർജ് ഞാൻ Q എന്ന് എടുത്തത് കൊണ്ട് 2 പ്രോട്ടോൺ അല്ലെങ്കിൽ ഹീലിയത്തിന്റെ ചാർജ് ഞാൻ എടുക്കണം 2Q എന്ന് എടുക്കണം. അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിന്റെ 1 എടുത്താൽ ഹീലിയത്തിന്റെ എന്തെടുക്കുക, വെറും 2 ആക്കി എടുക്കാം. അപ്പോൾ R പ്രോട്ടോൺ എന്ന് വെച്ചാൽ എനിക്ക് എഴുതാൻ പറ്റും എന്താണ്, 1/q ആണ്. ഇനി R ആൽഫ എന്ന് എഴുതിയിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്ന 1/2q ആണ്. ഇനി വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദ റേഡിയസ് എന്നല്ലേ ചോദിച്ചാൽ, ഫസ്റ്റ് ചോദിച്ച പാർട്ടിക്കിൾ അതാണ് R ആൽഫ. അപ്പോൾ നമുക്ക് വേണ്ടതാണ് R ആൽഫ ഡിവൈഡ് ബൈ എന്താ, RP കണ്ടുപിടിക്കണ്ടേ. R ആൽഫ 1/2q, RP എന്ന് വെച്ചാൽ എന്താ, 1/q ആണ്. സോ ആൻസർ എന്തായിട്ട് മാറും ഇവിടെ, 1/2 ആയിട്ട് മാറും. ആൻസർ എന്തായിട്ട് മാറും, 1/2 ആയിട്ട് മാറും. 1/2 എന്ന് വെച്ചാൽ ഒന്നുമില്ലടാ, എന്താ, 1:2 ആണ്. ഇതാണ് ഇതിൻ്റെ ആൻസർ, ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ബൈ ചാൻസ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചാലോ, ഇഫ് ദേ ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജി എന്ന് ചോദിച്ചാൽ എന്താ വരിക? സപ്പോസ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇഫ് ദേ ഹാവ്, ഞാൻ ഇവിടെ ഏതാണ്, ഇഫ് ദേ ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജി അല്ലേ, ഈക്വൽ കൈനറ്റിക് എനർജി ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ റേഡിയസ് എന്ന് ചോദിക്കുന്നത്. ഈക്വൽ കൈനറ്റിക് എനർജി പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദ റേഡിയസ്. ഒന്നുമില്ല, റേഡിയസിന്റെ ഇക്വേഷൻ നമുക്കറിയാം, R is equal to എന്താ, R is equal to mv ഡിവൈഡ് ബൈ QB അറിയാം അല്ലേ. ഇനി MV മാറ്റി, MV ഇന്നലെ തന്നെ നേരത്തെ തന്നെ മാറ്റിയാണ്, MV മാറ്റി എന്താ, P ഡിവൈഡ് ബൈ QB ആണ്. ഇനി നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പണ്ട് പഠിച്ചതാണ്, P is equal to എന്താടാ, P is equal to √2mke അല്ലേ. P is equal to √2mke. Ke എന്ന് വെച്ചാൽ എന്താടാ, വേറൊന്നുമല്ല, കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, √2 ഇൻറ്റു m ഇൻറ്റു എന്ത് കൊടുത്തടാ, Ke എന്ന് കൊടുത്തു. പ്രശ്നമുണ്ടോ? Pനെ മാറ്റിയതാണ്. കൈനറ്റിക് എനർജി is equal to ½ mv², അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, P is equal to √2mke എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടും, ഉറപ്പാണ്. അടിയിൽ ആരാളുള്ളത്, QB ഉള്ളത്. ഓക്കെ, റേഷ്യോയിൽ ചോദിച്ചത് കോമൺ ആയുള്ളൊക്കെ വെട്ടിക്കോളാം അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 കോൺസ്റ്റന്റ് അതിനെ വെട്ടി ഒഴിവാക്കി. സെയിം കൈനറ്റിക് എനർജി എന്ന് ഓൾറെഡി പറയുന്നുണ്ട്, ആ കൈനറ്റിക് എനർജി എന്താക്കിയാണ്, വെട്ടി ഒഴിവാക്കി
അല്ലേ? സെയിം മാഗ്നറ്റിക് ഫീൽഡിലേക്കാണ് വരുന്നത്, അതുകൊണ്ട് എന്താക്കി ബിയും വെട്ടിയും ഒഴിവാക്കി. അപ്പോൾ ആറിൻ്റെ റിലേഷൻ എനിക്ക് കിട്ടുന്നത് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് എം ഡിവൈഡഡ് ബൈ ക്യൂ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം, ഞാൻ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് എം ഡിവൈഡ് ബൈ ക്യൂ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, നമുക്ക് ഓൾറെഡി അറിയാം ഹീലിയം ഉണ്ട്, ഹീലിയം ന്യൂക്ലിയസ് ഉണ്ട്, പ്രോട്ടോണും ഉണ്ട്. ഹീലിയം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നമുക്കറിയാം 2 പ്രോട്ടോണും 2 ന്യൂട്രോണും. ഓക്കെ, നമുക്കറിയാം ഓൾറെഡി പ്രോട്ടോണിന്റെ മാസും ന്യൂട്രോണിന്റെ മാസും ഏകദേശം സെയിം ആണ്. മാസിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ പ്രോട്ടോണിന്റെ മാസും ന്യൂട്രോണിന്റെ മാസും ഏകദേശം സെയിം ആണ്. തൽക്കാലം ഒരു പ്രോട്ടോണിന്റെ മാസം ഒരു ന്യൂട്രോണിന്റെ മാസം എന്താക്കിയെടുത്ത് ഒന്നാക്കിയെടുത്ത്. അങ്ങനെയാണ് 2 പ്രോട്ടോണിന്റെ മാസം എനിക്ക് എന്താക്കിയെടുക്കാം 2 ആക്കിയെടുക്കാം, 2 ന്യൂട്രോണിന്റെ മാസം എന്താക്കിയെടുക്കാം 2 ആക്കിയെടുക്കാം. അപ്പൊ ടോട്ടൽ ഇതിന്റെ മാസം എത്രയാണ് വരിക? ടോട്ടൽ ഇതിന്റെ മാസം എനിക്ക് ഏകദേശം 4 ആക്കിയെടുക്കാം. ആ സമയത്ത് പ്രോട്ടോണിന്റെ മാസം എന്തേ എടുക്കാൻ പാടുള്ളൂ? 1 എടുക്കാൻ പാടുള്ളൂ, കാരണം അവിടെ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ അല്ലേ. റെഡിക്ക് 1.6 × 10⁻⁻27 ആ വാല്യൂ ഒന്നും നമ്മൾ നോക്കില്ല, റേഷ്യോ എടുക്കുന്നുണ്ടെങ്കിൽ പ്രോട്ടോണിന്റെ മാസ് 1 ആക്കി എടുത്താൽ ന്യൂട്രോൺ 1 ആണ്. ഹീലിയം ന്യൂക്ലിയസിന്റെ ഉള്ളിൽ 2 പ്രോട്ടോൺ ഉണ്ടടാ, 2 ന്യൂട്രോൺ ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? 2ഉം 2ഉം കൂട്ടി എത്രയാണ്? 4 ആണ്. ഇനി ചാർജ് പറഞ്ഞോ, ന്യൂട്രോൺ ചാർജ് ഉണ്ടോ? ന്യൂട്രോൺ ചാർജ് ഉണ്ട് ഇവിടെ? ന്യൂട്രോൺ ചാർജ് ഇല്ല, പ്രോട്ടോണിന് മാത്രമേ ചാർജ് ഉള്ളൂ. അപ്പോൾ ഒരു പ്രോട്ടോണിന്റെ ചാർജ് ശ്രദ്ധിക്കണേ, ചാർജിന്റെ കേസിൽ എഴുതിയേക്കാണ് ഒരു പ്രോട്ടോണിന്റെ ചാർജ് 1 എന്ന് എഴുതിയാൽ 2 പ്രോട്ടോണിന്റെ ചാർജ് ശ്രദ്ധിക്കണേ, 2 പ്രോട്ടോണിന്റെ ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല, അപ്പൊ ന്യൂട്രോൺ ഒഴിവാക്കി. ഹീലിയം ന്യൂക്ലിയസിൽ 2 പ്രോട്ടോണേ ഉള്ളൂ, അപ്പൊ 2 പ്രോട്ടോണിന്റെ ചാർജ് ആയിട്ട് എനിക്ക് ഇവിടെ എഴുതാൻ പറ്റും ക്യൂസ് ഈക്വൽ ടു എത്ര? 2 ആണ്. ഇവിടെ ക്യൂസ് ഈക്വൽ ടു 1 ആണ് അല്ലേ. അപ്പൊ എനിക്ക് മനസ്സിലായി, പ്രോട്ടോണിന്റെ മാസ് 1 ആക്കി എടുക്കാം, ചാർജ് 1 ആക്കി എടുക്കാം. ഇനി ഹീലിയം ന്യൂക്ലിയസിന്റെ കേസിൽ മാസ് 4 ആക്കി എടുക്കാം, ചാർജ് എത്ര ആക്കി എടുക്കാം? 2 ആക്കി എടുക്കാം. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക് അല്ലേ, നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ കിട്ടിയ ഇക്വേഷൻ എന്താ? ആർ ഈസ് ഈക്വൽ ടു റൂട്ട് എം ഡിവൈഡ് ബൈ ക്യൂ ആണ്. 6 പ്രോട്ടോൺ എടുത്ത് മാസിന്റെ സ്ഥാനത്ത് 1, ചാർജിന്റെ സ്ഥാനത്ത് 1, ആൻസർ എന്താ? 1 റേറ്റ് അല്ലേ. ഇനി 6 ആൽഫ പാർട്ടിക്കിൾ എടുത്ത് നോക്കി, മാസിന്റെ സ്ഥാനത്ത് എത്ര വരും? 4 വരും. ചാർജിന്റെ സ്ഥാനത്തോ 2 വരും. റൂട്ട് 4 എന്ന് വെച്ചാൽ 2 തന്നെയാ, ഡിവൈഡ് ബൈ 2 1 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ 6 ആൽഫ ഡിവൈഡ് ബൈ 6 പ്രോട്ടോണിന്റെ റേഷ്യോ എടുത്താൽ എന്താ കിട്ടടാ? 1:1. സിമ്പിൾ അല്ലേ. അപ്പൊ ഇത് 2 രീതിയിൽ ചോദിക്കാം, കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആയിട്ടും ചോദിക്കാം, ആര് കോൺസ്റ്റന്റ് ആയിട്ട് ചോദിക്കാം, മൊമെന്റോ കോൺസ്റ്റന്റ് ആയിട്ട് ചോദിച്ചാൽ കണ്ടിട്ട്. അപ്പൊ 2 ക്വസ്റ്റ്യനും മിക്സ് ആക്കി പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു, വായിച്ചു നോക്കുക. എ പാർട്ടിക്കിൾ ഓഫ് ചാർജ് ക്യൂ ഈസ് മൂവിങ് ത്രൂ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഇന്റൻസിറ്റി ബി അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ബി ആന്ന് പറയുന്നുണ്ട്, വെലോസിറ്റി എത്രയാന്ന് പറയുന്നുണ്ടാ? വെലോസിറ്റി എന്താന്ന് പറയുന്നുണ്ടാ? വെലോസിറ്റി വി ആന്ന് പറയുന്നത്. ആംഗിൾ ഒന്നും ഇവിടെ പറയുന്നില്ല. ചാർജ് ക്യൂ ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ബി ആണ്. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി ഫോഴ്സ് ആക്ടിങ് ഓൺ ദി പാർട്ടിക്കിൾ ഇൻ വെക്റ്റർ ഫോം അല്ലേ. അതായത് മാഗ്നറ്റിക് ഫോഴ്സിലേക്ക്, മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ് വെക്റ്റർ ഫോമിൽ ഏതാണ്? Fm is equal to Q into V cross B. ഫസ്റ്റ് പാർട്ടിൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇനി വീണ്ടും ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത്? റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത് കിട്ടണേ നമുക്കറിയാം, സർക്കുലർ പാത്ത് പോകണം എന്തായിട്ട് പോകണം? പെർപെൻഡിക്കുലർ ആയിട്ട് പോകണം അല്ലേ. സർക്കുലർ പാത്തിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, MV ഡിവൈഡ് ബൈ എന്താടാ? QB ആണ് അല്ലേ. ആരാ ഇവിടെ പോകുന്നത്? ആരാ പോകുന്നത്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ മാസ് തന്നിട്ടുണ്ടോ? ഇലക്ട്രോണിന്റെ മാസ് തന്നിട്ടില്ല. ഇലക്ട്രോണിന്റെ മാസ് നമുക്ക് ബൈ ഹാർട്ട് അല്ലേ. M is equal to എന്താ? 9.1 × 10⁻⁻31 കിലോഗ്രാം. ഇനി വെലോസിറ്റി, വെലോസിറ്റി ഇവിടെ എത്രയാണ് തന്നെ? V is equal to എത്രയാ? 3 × 10⁻7 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നോക്കിയേ, മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് തന്നെ? മാഗ്നറ്റിക് ഫീൽഡ് 6 × 10⁻⁻4 അല്ലേ അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് എന്താടാ? 6 × 10⁻⁻4 ആണ്. ബി സി ഈക്വൽ ടു ഞാൻ എഴുതി വെച്ച് 6 × 10⁻⁻4 അല്ലേ. ഇനി ഇയാൾ അറിഞ്ഞൂടെ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? നമുക്ക് ഓൾറെഡി ബൈ ഹാർട്ടാ. 1.6 × എന്താ? 10⁻⁻19 കൂളാണ്. നെഗറ്റീവ് ചിഹ്നം ഒന്നും എടുക്കണ്ട, വാല്യൂ മാത്രം മതി. അപ്പൊ ആറിൻ്റെയിലേക്ക് ഇട്ട് കൊടുക്കുക. ആറിൻ്റെയിൽ ഇടുമ്പോൾ മാസ് 9.1 × 10⁻31, വെലോസിറ്റി 3 × 10⁻7, ചാർജ് അല്ലേ. ചാർജ് എന്താ വരിക? ചാർജ് ക്യൂ സി ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതിയ? 1.6 × 10⁻90. ഇനി ബിന്റെ വാല്യൂ എന്താണ് വരിക? 6 × 10⁻4. ആദ്യം പവർ എന്താക്കുക? ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കണേ. പവർ ഞാൻ സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നത്. ഇവിടെ -31 ഉണ്ട്,
+7 ഉണ്ട്. ശ്രദ്ധിക്കണേ, അടിയിലത്തെ -19 മുകളിലോട്ടേക്ക് പോരുമ്പോൾ +19 ആയിട്ട് മാറും. ഈ -4 മുകളിലോട്ടേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? +4 ആയിട്ട് മാറും. എല്ലാം ഒന്ന് കൂട്ടി നോക്കി. ഇവിടെ -31 ആണ് അല്ലേ? 7ഉം 19 കൂട്ടിയാൽ എത്രയാടാ? 26. 26 4ഉം കൂട്ടിയാൽ 30. 30 എന്ന് പറയുമ്പോൾ എന്താ വരിക? -31 + 30 എന്ന് വെച്ചാൽ ആൻസർ എത്താ? പവർ എത്രയാ വരിക? 10⁻⁻1 എന്ന് വെച്ചാൽ 1/10 എന്നുള്ളൊരു ടേം വരും. ഇനി എന്തൊക്കെ ന്യൂമറിക്കലി വാല്യൂ ഉള്ള ബാക്കിയുള്ള കാര്യം കൂടി നോക്കുക. r = നമ്മളെ കയ്യിലുള്ളത് 9.1 അവിടെ തന്നെ ഉണ്ട് അല്ലേ? 10ന്റെ പവർ ആയിട്ട് ബാക്കിയുള്ള 10⁻⁻1 ആണ്, മനസ്സിലായി. ഇനി ഇവിടെ ആരാ ഉള്ളത്? ഒരു 3 ഉണ്ട്. അടിയിൽ നോക്കണേ, അടിയിൽ ആരൊക്കെ ഉണ്ടടാ? 1.6 പിന്നെ ആരാ ഉള്ളത്? 6 അല്ലേ ഉള്ളത്? എന്നെ സിംപ്ലിഫൈ ചെയ്യാം. 9.1നെ തൽക്കാലം 9 ആക്കി എടുത്ത് അല്ലേ? 0.1 അല്ലേ? 10⁻⁻1നെ 1/10 എന്ന് എഴുതാം. 3 തന്നെ, 6 തന്നെ. 1.6ന് ഒരു കുട്ടിക്ക് എന്ത് ചെയ്താ? 16/10 എന്ന് എഴുതാം. അപ്പൊ നോക്കിയടാ, ഈ 10ഉം ഈ 10ഉം അങ്ങ് വെട്ടിപ്പോകൂലേ അല്ലേ? ആ 10ഉം വെട്ടിപ്പോയി. ഇനി നോക്കുക, 6ൽ 3 2 പ്രാവശ്യം, 9ൽ 3 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അപ്പൊ ആൻസർ എന്താ വരിക? 3 × 3 9, 9/16 × 2 32. യൂണിറ്റ് എന്താ വരിക? മീറ്റർ ആണ്. 9/32 മീറ്റർ ഏകദേശം. ഓക്കെ, അപ്പൊ ആൻസർ എത്രയാ വരിക? ബാക്കിയുള്ള കാര്യം എന്തൊക്കെ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ന്യൂമറിക്കൽ തന്നെ ചെയ്തു പോവാ. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേടാ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ കറണ്ട് ക്യാരിങ് വയർ പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ഇറ്റ്സ് സറൗണ്ടിങ് സ്പേസ് അല്ലേ? നമുക്കറിയാം ഏത് കോൺഫിഗറേഷനിലൂടെ കറണ്ട് പോട്ടെ, ഈ വയറിലൂടെ കറണ്ട് പോയാൽ ഇതിന് അറൗണ്ട് ആയിട്ട് എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഒരു സർക്കുലർ ലൂപ്പ് കൂടി കറണ്ട് പോയാൽ അവിടെ എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ ചോദ്യം എന്താടാ? ദ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. എടാ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഒന്നുമില്ല, ഏത് തന്നെയാണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഇന്റൻസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ്, അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, അല്ലാണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഒന്നല്ല. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതിന്റെ യൂണിറ്റ് എന്ത് തന്നെയാടാ? ടെസ്ല തന്നെയാണ് അല്ലേ? ഇത് കണ്ടിട്ട് വലിയ സംഭവം എന്തിനാ? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഒന്നുമില്ലടാ, ഇന്റൻസിറ്റി ഓഫ് എന്താ വരിക? മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാ വരിക. ഓക്കെ, എന്നാ അടുത്ത് നോക്കണേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. കൺസിഡർ എ ടൈറ്റ് വൗണ്ട് 100 ടേൺ കോയിൽ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ ക്യാരിങ് എ കറണ്ട് ഓഫ് 1 ആംപിയർ. റേഡിയസ് 10 സെന്റിമീറ്റർ ആണ്, അതിലൂടെ പോകുന്ന കറണ്ട് 1 ആംപിയർ ആണ്. പക്ഷെ പറയുന്നത് എന്താടാ? അവിടെ എത്ര ടേൺസ് ഉണ്ട്? 100 ടേൺ ഉണ്ട്. 100 ടേൺ ഉണ്ട്. ഒന്നുമില്ല, നമ്മളെ കയ്യിൽ ഒരു സർക്കുലർ ലൂപ്പ് ഉണ്ട്. നമ്മുടെ കയ്യിൽ ഒരു സർക്കുലർ ലൂപ്പ് ഉണ്ട്. ഈ സർക്കുലർ ലൂപ്പിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ അളവ് പോലെ എത്രയാടാ പറയുന്നത്? I = എത്രയാടാ? 1 ആംപിയർ. ആ സർക്കുലർ ലൂപ്പിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ അളവ് എത്ര? I = 1 ആംപിയർ ആണ്. അതിന്റെ റേഡിയസ് R = എത്രയാ? 10 സെന്റിമീറ്റർ ആണ് അല്ലേ? ഇനി പറയാണ് ഇങ്ങനത്തെ എത്ര ഉണ്ട്? N = ഇങ്ങനത്തെ എത്ര ഉണ്ട്? ഇങ്ങനത്തെ 100 സർക്കുലർ ലൂപ്പ് ഉണ്ട്. ഇങ്ങനെ അട്ടിക്ക് വെക്കുകയാണ്. ഇങ്ങനത്തെ 100 സർക്കുലർ ലൂപ്പ് ഇങ്ങനെ അട്ടിക്ക് വെക്കുമ്പോൾ നമ്മളുടെ ചോദ്യം ഇതാണ്, ഇതിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ അളവ് അല്ലേ? നമുക്കറിയാം സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ അളവ് B സെന്റർ = നമുക്കറിയാം എന്താടാ? μ0I / 2πr ആണോ 2r ആണോ അല്ലേ? 2r വരിക, 2πr ഇവിടെ വരിക. സ്ട്രെയിറ്റ് വയറിന്റെ കേസിലാണ് എന്ത് വരിക? 2πr വരിക. സർക്കുലർ ലൂപ്പിന്റെ സെന്ററിൽ എന്ത് മാത്രം ഉണ്ടാവും? 2r ഉണ്ടാവുള്ളൂ. എത്ര ടേൺസ് ഉണ്ട്? 100 ടേൺസ് ഉള്ളതുകൊണ്ട് ഇതിന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? N × μ0I / 2r ആയിട്ട് മാറും അല്ലേ? ഒരൊറ്റ ലൂപ്പ് ആണെങ്കിൽ ഇതാ ഇക്വേഷൻ. 100 ലൂപ്പ് ഉണ്ടെങ്കിൽ എന്താക്കണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? ഒരു N വന്നത്. ഇനി ഒന്നുമില്ല, വാല്യൂസ് ഇട്ട് കൊടുത്ത ആൻസർ ആയി. ഇനി ഒന്നുമില്ല, നമുക്ക് അറിയുന്ന വാല്യൂസ് മാത്രം ഇവിടെ ഇട്ട് കൊടുക്കാം. N എന്ന് വെച്ചാൽ നമുക്ക് അറിയാം എത്ര? 100 ഗുണിക്കണം അല്ലേ? μ0 എന്ന് വെച്ചാൽ നമുക്കറിയാം 4π × 10⁻⁻7 ആണ് അല്ലേ? ഐന്റെ വാല്യൂ എത്രയാ? 1 ആണ്. ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ 2 തന്നെ. R എന്ന് വെച്ചാൽ 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിനെ മാറ്റണം. 10 സെന്റിമീറ്റർ മാറ്റുമ്പോൾ 10 × 10⁻⁻2 അല്ലേ? അത് നമ്മള് 10ന്റെ പവേഴ്സ് ഇവിടെ മാറ്റി വെച്ച് ബാക്കിയൊക്കെ എഴുതി വെക്കാണ്. അതിന്റെ വട്ട 2ൽ 2 ഒരു പ്രാവശ്യം, 4ൽ 2 2 പ്രാവശ്യം. അപ്പൊ മേലെ ആര് മാത്രമായിട്ട് മാറി? 2π മാത്രമായിട്ട് മാറി അല്ലേ? ഇൻറ്റു 100 ഒരു കുട്ടിക്ക് വേണേ 10⁻2 എന്ന് എഴുതിക്കൂടെ
പിന്നെ ഇവിടെ ആരും ബാക്കിയുണ്ട് 10⁻⁻7 ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്തിടാം, ഒരു -7 ഇട്ടു. ഇനി അടിയിലൊരു 10 ഉണ്ട് അല്ലേ, 10⁻1. അത് മേലോട്ടേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും, -1 ആയിട്ട് മാറും. ഈ -2 മേലോട്ടേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും, +2 ആയിട്ട് മാറും. ആൻസർ പറഞ്ഞോ, സിമ്പിൾ അല്ലേ. 2π × 10⁻². നോക്കണേടാ, 2 കുറച്ചാൽ -5, -5 -1 എന്ന് വെച്ചാൽ -6, -6നോട് 2 കൂട്ടി എത്രയാടാ, -4. യൂണിറ്റ് എന്താ വരിക, ടെസ്ലയാണ്. 2π × 10⁻⁻4 ടെസ്ല. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിമ്പിൾ ആണ്. ഇവിടെ ഓർമ്മിച്ചേക്കേണ്ടത് സർക്കുലർ ലൂപ്പ് ആണെങ്കിൽ ബി സെന്റർ ഓർമ്മിച്ചേക്കാം, μ0I/2r. നമ്മൾ ബയോട്ട് സവാർട്സ് ഉപയോഗിച്ച് ആക്സിയൽ ലൈനിൽ ഇതിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെറിവേഷൻ ചെയ്യുന്നുണ്ട്. ആ ഡെറിവേഷൻ എന്നാണ് എന്താക്കുന്നത്, നമ്മൾ എക്സിന് 0 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈക്വേഷൻ ഡെറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ശ്രദ്ധിക്കുക, എ സ്ട്രെയിറ്റ് വയർ ഓഫ് മാസ് 200 gram and length 1.5 meter carries a current of 2 ampere. It is suspended in mid-air by uniform horizontal magnetic field B. What is the magnitude of magnetic field? What is the magnitude of magnetic field? ഇതിന്റെ ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലായോ? നമ്മൾ ഒരു വയർ അല്ലേ, ഒരു ഹൊറിസോണ്ടൽ ആയിട്ടൊരു വയർ എന്താക്കുന്നുണ്ട്, ഈ വയറിലൂടെ എന്ത് പോകുന്നുണ്ടടാ, ഒരു 2 ആംപിയർ കറണ്ട് പാസ് ചെയ്ത് പോകുന്ന അല്ലേ, ലെങ്ത് എത്രയാ പറയുന്നത്, 1.5 മീറ്റർ ലെങ്ത് ഉള്ള ഒരു വയർ ഇങ്ങനെ മിഡ് എയറിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. സാധാരണ ഈ പേന അവിടെ വെച്ചാൽ നേരെ താഴോട്ടേക്ക് വരും, ഇത് താഴോട്ടേക്ക് വരുന്നില്ല അല്ലേ. നമുക്കറിയാം ഏത് ബോഡീൻ്റെ വെയിറ്റ് വെർട്ടിക്കലി എന്താകുന്നുണ്ട്, താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. വെയിറ്റ് mg വെർട്ടിക്കലി താഴോട്ടേക്ക് ആക്ട് ചെയ്യും അല്ലേ. ഈ വെയിറ്റ് കാരണം എല്ലാ ബോഡി എങ്ങോട്ടേക്ക് പോരാ, താഴോട്ടേക്ക് വരും. പക്ഷേ ഈ സ്ട്രെയിറ്റ് വയറിന്റെ കേസിൽ ഒരിക്കലും എന്താകുന്നില്ല, താഴോട്ടേക്ക് വരുന്നില്ല. എന്തോ ഒരു കാരണം ഉണ്ട് അല്ലേ. അപ്പൊ എന്താക്കണം, ഇതിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ എന്താക്കണം, മേലോട്ടേക്ക് ഒരു ഫോഴ്സ് വേണം അല്ലേ. അടിയിലോട്ടേക്ക് 10 ന്യൂട്ടൺ ആണെങ്കിൽ ഇതിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ എന്ത് വേണം, ഒരു മേലോട്ടേക്ക് ഒരു ഫോഴ്സ് 10 ന്യൂട്ടൺ ഉണ്ട്. ഇത് ഒരിക്കലും എന്താവില്ല, താഴോട്ടേക്ക് പോരൂല അല്ലേ. അപ്പൊ താഴോട്ടേക്ക് mg ഉണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ മേലോട്ടേക്ക് ഒരു ഫോഴ്സ് വേണ്ടേ അല്ലെ. ഇവിടെ എന്തുണ്ട്, നമ്മളോട് പറയുന്നുണ്ട് ഇതിലൂടെ കറണ്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടോ എങ്ങോട്ടായിക്കോട്ടെ, അത് നമ്മൾ ഡയറക്ഷൻ ഇപ്പൊ നോക്കുന്നില്ല. ഇതിനെങ്ങനെയെങ്കിലും എന്താണ് പെർപെൻഡിക്കുലർ കൊടുത്താലേ ഇവിടെ നടക്കുകയുള്ളൂ, ആൻസർ കിട്ടുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കണേ, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബി കൊടുക്കുന്നുണ്ട് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് ബിയിൽ, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ബിയിൽ ഒരു കറണ്ട് ക്യാരിങ് വയർ വെച്ചാൽ നമുക്കറിയാം എന്തായാലും അവിടെ എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെ, ഒരു മാഗ്നറ്റിക് ഫോഴ്സ് അവിടെ ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് ഇവൻ എന്താക്കുക, ബാലൻസ് ചെയ്യുക. അതിന്റെ ഡയറക്ഷൻ ഒന്നും ഇവിടെ ചോദിക്കുന്നില്ല, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് എന്നേ ചോദിച്ചുള്ളൂ. അപ്പൊ ഒരു കറണ്ട് ക്യാരിങ് വയർ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചേക്ക്, F is equal to ILB sin theta. പഠിച്ചല്ലേ അല്ലേ. നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സ് മേലോട്ടേക്കാണ് ഇപ്പം കിട്ടണ്ടേ. ഈ മാഗ്നറ്റിക് ഫോഴ്സ് മേലോട്ടേക്ക് കിട്ടണമെങ്കിൽ അല്ലേ, അതായത് നമുക്ക് IL ക്രോസ് ബി, IL വെക്കുക, ബിയിലോട്ടേക്ക് തിരിച്ചാൽ ഇത് മേലോട്ടേക്ക് കിട്ടണമെങ്കിൽ എന്തായാലും ഇവർ തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം അല്ലേ. കുത്തനെ താഴോട്ടേക്ക് പോയാലാണ് മാഗ്നറ്റിക് ഫോഴ്സ് മേലോട്ടേക്ക് കിട്ടുള്ളൂ. അപ്പോൾ തീറ്റ സീക്വൽ ടു എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, 90 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എഫിന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും, ILB ആയിട്ട്. നമ്മുടെ ഇക്വേറ്റ് എന്താ, മേലോട്ടേക്ക് ഒരു ഫോഴ്സ് നമുക്ക് കിട്ടാൻ ചാൻസ് ഇനി എന്താ, ILB എന്നുള്ള മാഗ്നറ്റിക് ഫോഴ്സാണ്. താഴോട്ടേക്ക് നമുക്ക് ഓൾറെഡി കിട്ടിയതുണ്ട് അതിന്റെ വെയിറ്റ് mg. അപ്പൊ ഇത് രണ്ടും ബാലൻസ് ചെയ്താൽ മാത്രമേ ഇതെന്താവുള്ളൂ, ഇത് മിഡ് എയറിൽ ഇങ്ങനെ നിൽക്കുള്ളൂ. അപ്പൊ ഒന്നുമില്ല, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സാമിന് കണ്ട ഇങ്ങ് ഇക്വേറ്റ് ചെയ്യുക, mg is equal to ILB. നിങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താ, ബി ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കണേടാ, ബി is equal to ഇങ്ങനെയായിട്ട് മാറൂലേ, mg is equal to IL ആയിട്ട് മാറൂലേ. സോറി, ബി is equal to mg ഡിവൈഡ് ബൈ IL ആയിട്ട് മാറൂലേ. അപ്പൊ mgന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. m എന്ന് വെച്ചാൽ 200 gram ആണ്, 200 × 10⁻⁻3. g എന്ന് വെച്ചാൽ എത്രയാ, 10 അല്ലേ. 9.8 പറയുന്നുണ്ടോ, ഇല്ല. അപ്പൊ തൽക്കാലം ഞാൻ എന്താക്കി എടുത്ത് 10 ആയിട്ട് അസ്യൂം ചെയ്തെടുത്ത് അല്ലേ. ഇനി അടുത്ത് നോക്കണേടാ, ഇനി എന്താ ഉള്ള, ഐന്റെ വാല്യൂ എത്രയാ, ഐന്റെ വാല്യൂ 2. ലെങ്ത്തിന്റെ വാല്യൂ എത്രയാടാ, 1.5 അല്ലേ. കിട്ടൂലേ, ഇതൊക്കെ വെട്ടിക്കോ. ഈ 3 0 ഈ 10⁻⁻3 ഇവിടെ നിന്ന് കട്ട് ചെയ്തു. അങ്ങനെയാണ് ബി നമുക്ക് കിട്ടുക 2 ഡിവൈഡഡ് ബൈ 2 × 1.5 എന്ന് വെച്ചാൽ 3 ആണ്. 2/3 ടെസ്ലയാണ്.
എന്തിൻ്റെ വാല്യൂ ഞാൻ ജീൻ്റെ വാല്യൂ എന്താക്കിയിട്ട് ഇവിടെ എടുത്ത ജീൻ്റെ വാല്യൂ 9 പോയിന്റ് എടുത്തത് കൊണ്ട് ബീൻ്റെ വാല്യൂ എനിക്ക് കിട്ടിയ 2/3 ടെസ്ലയാണ്. 2/3 ടെസ്ല എന്ന് വെച്ചാൽ 0.66 ടെസ്ല. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇനി ഹൊറിസോണ്ടലായിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കലി ഇൻ ടു ദ പ്ലെയിൻ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ IL ക്രോസ് ബി നമുക്കറിയാം. IL വെക്കുക, ബിയിലോട്ടേക്ക് തിരിച്ചാൽ മാഗ്നറ്റിക് ഫോഴ്സ് മേലോട്ടേക്ക് കിട്ടും. ഇത് രണ്ടും ബാലൻസ് ആവും. അപ്പോൾ ഇതിൻ്റെ ബെറ്റർ ആൻസർ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് വെച്ചാൽ 0.66 ടെസ്ല ഇൻ ടു ദ പ്ലെയിൻ നമ്മൾ അപ്ലൈ ചെയ്താൽ ഈ വയർ എന്താ ഇവിടെ ആ ഹൊറിസോണ്ടൽ പ്ലെയിൻ തന്നെ നിൽക്കും. അവിടുന്ന് പിന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യില്ല. ഓക്കെ, ആ മിഡ് എയറിൽ നിൽക്കും. അതിന്റെ വാല്യൂ ആണ് ചോദിച്ചത്. അപ്പോൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒന്ന് ഓർമ്മിച്ചേക്കുക, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടാൽ ഇക്വേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ mgc = എന്താടാ ILP ആണ്. ഓക്കെ, അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തേക്ക് പോകാം, കാരണം വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത പാർട്ട് കാണാം. ഓക്കെ.